ഹലോ നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ മുത്തശ്ശിയുടെ അടുത്ത് പരാതിയായിട്ട് വന്നേക്കാണ് വൈജയന്തി. അവളെ ബാങ്കിലേക്ക് കൊണ്ടുപോയേക്കുന്നു, കാറിലും കയറ്റിയിട്ട് എന്നൊക്കെ പറയുമ്പോൾ അതിനെന്താ കുഴപ്പം എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. എന്താ കുഴപ്പമെന്നോ, ഈ നാട്ടുകാരൊക്കെ എന്ത് വിചാരിക്കും? ഇവിടെ ഒരുപാട് വേലക്കാരികളുണ്ടായിരുന്നല്ലോ, അവരെയൊന്നും ബാലചന്ദ്രൻ ഇങ്ങനെ കാറിൽ കയറ്റി കൊണ്ടുപോയി ബാങ്കിൽ അക്കൗണ്ട് എടുത്ത് കൊടുക്കുക, എന്തെങ്കിലും ആവശ്യത്തിന് കയറ്റി ഒന്നും ചെയ്തില്ലല്ലോ, കുഞ്ഞുമോളുണ്ടായിരുന്നല്ലോ ഇവിടെ എന്നൊക്കെ ചോദിക്കുകയാണ് വൈജ. കുഞ്ഞുമോളെ കാറിൽ കയറ്റണമായിരുന്നോ എന്ന് ചോദിക്കുക കേട്ടോ മുത്തശ്ശി. എൻ്റെ അമ്മ അതല്ല ഞാൻ പറയുന്നത്, ആരോടും ചെയ്യാത്ത ഒരു കാര്യം ഇവളോട് മാത്രം എന്തിനാണ് ബാലചന്ദ്രൻ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവളൊരു അനാഥ ആയതുകൊണ്ടാണ് അവളെ അങ്ങ് സഹായിക്കുന്നത്. അവളുടെ കയ്യിൽ പൈസ ഇരിക്കത്തില്ല, അവളെല്ലാം എടുത്ത് ചിലവാക്കും. അതുകൊണ്ട് അവളുടെ കയ്യിൽ അവൾക്ക് വേണ്ടിയിട്ട് ഒരു സേവിങ്സ് എന്നുള്ള രീതിയിൽ ബാലചന്ദ്രൻ ചെയ്തത് നല്ലൊരു കാര്യമല്ലേ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. എന്തിനാണ് അവളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? അവളുടെ കാശ് അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചിലവാക്കട്ടെ. അല്ലെങ്കിലും തന്നെ ഇനി എങ്ങനെയാണ് അവൾക്ക് ക്യാഷ് കിട്ടാനുള്ളത്? ഇവിടുന്ന് ജോലി ചെയ്യുന്ന കാശ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. അവൾക്ക് വേണ്ടിയിട്ട് 1,57,000 രൂപയാണ് ഇവിടെ ചിലവായേക്കുന്നത്. അതൊക്കെ അവളുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കണ്ടേ? നീ അതൊക്കെ അവളുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കാൻ പോവുകയാണോ? പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇത്രയും പൈസ എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടി അനുഭവിക്കാനുള്ളത് ഒരു വേലക്കാരി പെണ്ണിനെ കൊണ്ടുപോയി ചിലവാക്കാനൊന്നും പറ്റത്തില്ല. അതും 10ഓ 15ഓ ആണെങ്കിൽ പോട്ടെ എന്ന് എങ്ങനെയെങ്കിലും വെക്കാം. ഇത് 1,57,000 രൂപയാണ് ചിലവായേക്കുന്നത് എന്നൊക്കെ പറയണം. അതും ഒരു അനാഥ, ആർക്കോ എവിടെയോ എങ്ങനെയോ പഴിച്ചുണ്ടായ ഒരു അനാഥ, അതും അവളെ കാറിൽ കയറ്റി പോയേക്കുന്നു ബാലചന്ദ്രൻ. ആളുകൾ കണ്ടാൽ എന്ത് പറയും? ബാലചന്ദ്രൻ ഇങ്ങനെ വേലക്കാരികളെയും കാറിൽ കയറ്റി കൊണ്ടുപോവാണെന്നല്ലേ പറയത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ തോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വൈജയന്തി. എല്ലാം കേട്ടിട്ട് മുത്തശ്ശിക്കാണ്ട് ദേഷ്യം വരുന്നുണ്ട്. നീ വലിയ സദാചാരമൊന്നും പറയാൻ നിൽക്കണ്ട. പണ്ട് നീ എങ്ങനെയായിരുന്നു? നിൻ്റെ ഇതെന്തായിരുന്നു? നിൻ്റെ സാഹചര്യം എന്തായിരുന്നു? നീ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്? അതൊക്കെ ഓർത്തിട്ട്, നിൻ്റെ സ്വന്തം കാര്യം ഓർത്തിട്ട് മാത്രം മറ്റുള്ളവരെ പഴി ചാരിയാൽ മതി എന്ന് മുത്തശ്ശി പറയണേ. ഇത് കേട്ടിട്ട് ആകെ ഷോക്കായിട്ട് നിൽക്കുക കേട്ടോ വൈജയന്തി. ഒരിക്കലും മുത്തശ്ശിയുടെ നാവിൽ നിന്ന് ഇങ്ങനൊരു കാര്യം വീഴുമെന്ന് വൈജ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അത് കേട്ടപ്പോൾ വൈജയ്ക്ക് ദേഷ്യം എന്തൊക്കെയോ അമ്മ എന്ന് വിളിക്കുകയാണ്. ആ അമ്മ തന്നെയാണ് പറയുന്നത്, നീ വലിയ വർത്താനൊന്നും പറയാൻ നിൽക്കണ്ട, വലിയ സദാചാരമൊന്നും പറഞ്ഞ് ഇവിടെ വലിയ നല്ല പിള്ള ചമയാനൊന്നും നോക്കണ്ട. നിൻ്റെ പാസ്റ്റ് എങ്ങനെയായിരുന്നു, നിൻ്റെ ഭൂതകാലം നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, എന്നിട്ട് മറ്റുള്ളവരുടെ മേലിൽ പഴി ചാരി എന്നൊക്കെ പറയാണ് മുത്തശ്ശിട്ടോ. ഇത് കേട്ടിട്ട് ദേഷ്യം വന്ന് വൈജ പെട്ടെന്ന് തന്നെ അമ്മയെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയം മുത്തശ്ശി പറയുന്നുണ്ട്, ഓ അവളൊരു വലിയ സദാചാരം കൊണ്ട് വന്നേക്കുന്നു, എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കണ്ട, പറയിപ്പിച്ചു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ സ്വന്തമായിട്ട് പറയണം വൈജ പോകുന്ന സമയത്ത്. അതും വൈജ കേട്ടിട്ടാണ് പോകുന്നത് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രൻ വീട്ടിലേക്ക് വരുന്ന സീനാണ്. ബാലചന്ദ്രൻ വരുന്ന സമയത്ത് വീണ്ടും വൈജ ഇങ്ങനെ ഉടയ്ക്കാനായിട്ട് ചെല്ലുക കേട്ടോ. ഇങ്ങനെ അവളോട് വൈജ ചെന്ന് ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്രൻ എന്തിൻ്റെ സൂക്കേടായിരുന്നു അലീനയും കെട്ടിയിട്ട് കാറിൽ കൊണ്ടുപോകാനായിട്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അവൾക്കൊരു ബാങ്ക് അക്കൗണ്ട് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവളെ കൊണ്ടുപോയതാണ് എന്ന് പറയാണ് ബാലചന്ദ്രൻ കേട്ടോ. ആ സമയത്ത് വൈജ ചോദിക്കുന്നുണ്ട്, അവൾക്ക് എന്തിനാണ് ബാങ്ക് അക്കൗണ്ടൊക്കെ എടുത്ത് കൊടുക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ് ബാലചന്ദ്രൻ എന്ന് ചോദിക്കുമ്പോൾ ഇവളുടെ കയ്യിലെ കാശ് ഇരിക്കത്തില്ല, ഇവളുടെ കൈ ഓട്ടക്കൈയാണ്, ഇവൾ ആ കാശ് ആർക്കെങ്കിലുമൊക്കെ എടുത്തു കൊടുക്കും, അതുകൊണ്ടാണ് ഞാൻ അവൾക്കൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങി കൊടുത്തത് എന്ന് പറയണേ. അതിനെന്തിനാണ് അവൾക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങി കൊടുക്കുന്നത്? ഇവൾക്ക് ഇനി ശമ്പളമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇവൾക്ക് ശമ്പളമില്ലാന്നോ? ആ അതെ, ശമ്പളമില്ല. ഇനി എങ്ങനെ ഇവൾക്ക് ശമ്പളം കൊടുക്കും? 1,57,000 രൂപ ഇവൾക്ക് ബില്ല് വന്നതല്ലേ ഹോസ്പിറ്റലിൽ, അതൊക്കെ ഇങ്ങോട്ടേക്ക് ഈടാക്കണമെങ്കിൽ ഇവളെ ശമ്പളം മൊത്തത്തിൽ പിടിക്കണ്ടേ, എന്നാലല്ലേ കിട്ടുള്ളൂ എന്ന് പറയാണ് വൈജയന്തി. അതിനാരിവളോട് ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്നു? ആരിവളോട് കാശ് ചോദിച്ചു? പിന്നെ 1,57,000 രൂപ ഇവൾക്ക് വെറുതെ കൊടുക്കാൻ ബാലചന്ദ്രൻ എന്താ ഭ്രാന്തുണ്ടോ എന്ന് ചോദിക്കാം. എനിക്കൊരു ഭ്രാന്തുമില്ല, അത് അവൾക്ക് അവകാശപ്പെട്ടത് തന്നെയാണ് ഞാൻ കൊടുത്തേക്കുന്നത്, അതൊരു കോമ്പൻസേഷനാണ്. അല്ലാതെ നീ അതിൽ കയറി പിടിക്കാനൊന്നും നോക്കണ്ട. അവളുടെ കയ്യിൽ നിന്ന് കാശ് ഈടാക്കാമെന്ന് നീ വിചാരിക്കുകയും വേണ്ട. അവൾക്ക് കൊടുക്കുന്ന ശമ്പളം കറക്റ്റായിട്ട് മാസം ഞാൻ കൊടുക്കുകയും ചെയ്യും. പിന്നെ അവളുടെ കയ്യിൽ ഇപ്പോൾ കുറച്ച് കാശ് ഇരിപ്പുണ്ട്, അന്ന് മാമച്ചൻ സാറ് കൊടുത്തതാണ്. ആ കാശ് അക്കൗണ്ടിലേക്ക് കൊണ്ടുപോയി ഇട്ടു, അതും അക്കൗണ്ടിലിട്ടു. അപ്പോൾ ചോദിക്കുന്നുണ്ട്, മാമച്ചൻ കാശ് കൊടുത്തുന്നോ ഇവൾക്കോ? ആ അതെ, ഹോസ്പിറ്റലിൽ വെച്ചിട്ട് കുറച്ച് ക്യാഷ് കൊടുത്തു. അത് ഇനിയിപ്പോൾ ഇവിടെ ആരെങ്കിലുമൊക്കെ സംഭാവനയ്ക്ക് വന്നാൽ ഓർഫനേജിൽ നിന്നും അങ്ങനെ പള്ളിയിൽ നിന്നൊക്കെ വന്നാൽ അവൾ അതെടുത്ത് ചിലവാക്കും. അപ്പോൾ അവൾക്കൊരു സേവിങ്സ് ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ കാശ് ഞാൻ അക്കൗണ്ടിൽ കൊണ്ടുപോയി ഇടിച്ചു എന്ന് പറയുന്നത്. അതെന്തിനാ ബാലചന്ദ്രൻ അങ്ങനെ ചെയ്തത്? അത്രയും കാശ് നമുക്ക് കുറഞ്ഞ് കിട്ടൂലായിരുന്നോ? ആ കാശ് ബാലചന്ദ്രൻ വാങ്ങിച്ചാൽ പോരായിരുന്നെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ അവൾക്ക് കൊടുത്ത ട്രീറ്റ്മെൻറ്റ് അവൾക്ക് അർഹമായ ട്രീറ്റ്മെൻറ്റാണ് കൊടുത്തത്.
അത് അവളുടെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങുന്ന കാര്യമില്ല എന്ന് പറയുമ്പോൾ എന്താ ഈ ബാലചന്ദ്രനെ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തിനാണ് ഒരു വേലക്കാരി പെണ്ണിന് ഇത്രയൊക്കെ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്? അതും ബാലചന്ദ്രനും ഇവളുമായിട്ട് എന്താണ് ബന്ധം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനും ഇവളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇവളും ആരുമായിട്ടാണ് ബന്ധം എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതിൻ്റെ ഒരു അന്വേഷണത്തിൽ തന്നെയാണ് ഞാൻ എന്ന് പറയണത്. എന്നിട്ട് വൈജി ഇങ്ങനെ സംശയത്തോടെ നോക്കുമ്പോൾ ഇപ്പോൾ അവൾക്ക് ചെയ്തത് ഒരു കോമ്പൻസേഷനായിട്ട് കണ്ടാൽ മതി. കോമ്പൻസേഷനോ? എന്ത് കോമ്പൻസേഷൻ എന്ന് ചോദിക്കുകയാണ്. 1,57,000 രൂപ കൊടുക്കാനും മാത്രം എന്ത് കോമ്പൻസേഷൻ, എന്താണോ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് ഇതിലും വലിയതായിട്ടൊന്നും കൊടുക്കാനില്ല, അതൊരു കടം തീർത്തതാണ്, ഒരു കടം വീട്ടിയതാണെന്ന് ചിന്തിച്ചാൽ മതി എന്നൊക്കെ ബാലചന്ദ്രൻ പറയുമ്പോൾ വൈജി ഇങ്ങോട്ട് ദേഷ്യം കൊണ്ട് ഇങ്ങനെ കലി തുള്ളു കേട്ടോ. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതിൻ്റെ പേരിൽ ഇനിയൊരു സംസാരം വേണ്ട. 1,57,000 അല്ലെങ്കിൽ 2 ലക്ഷം 3 ലക്ഷം ആണെങ്കിലും അതൊരു കടമാണ്, ആ കടം വീട്ടിയതാണ് ഞാൻ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അലീന ഇങ്ങനെ സംശയത്തോടെ ബാലചന്ദ്രനെ നോക്കുക കേട്ടോ. സാർ എന്താ ഈ പറയുന്നത്? കാരണം അദ്ദേഹത്തോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അലീന. അപ്പോൾ അലീനയെ ബാലചന്ദ്രൻ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇത് ഇവൾക്ക് അർഹമായിട്ടുള്ളത് തന്നെയാണ്, നിനക്ക് അർഹമായിട്ടുള്ള കാര്യം തന്നെയാണ് ഞാൻ ചെയ്തത്. നിന്നോട് ഞങ്ങൾ എല്ലാവരും കടപ്പെട്ടിരിക്കുകയാണ്. ആ കടം എങ്ങനെ വീട്ടണമെന്ന് എനിക്ക് അറിയത്തില്ല, അത്രയും ഒരു വലിയ കടമാണ് അത് എന്നൊക്കെ പറയുമ്പോൾ അലീന ഇങ്ങനെ സംശയത്തോടെ നോക്കുന്നുണ്ട്. ബാലചന്ദ്രൻ എന്താ ഭ്രാന്ത് പിടിച്ചു? 1,57,000 രൂപ ഇങ്ങനെ കടമാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് കോമ്പൻസേഷനാന്നൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് എന്ന് പറയുമ്പോൾ നീ എന്നെ കൂടുതൽ ഭ്രാന്ത് പിടിപ്പിക്കാൻ നിൽക്കണ്ട. ഇനി 1,57,000 രൂപേൻ്റെ എന്തെങ്കിലും സംസാരം ഈ വീട്ടിലുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനപ്പുറം അവളുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുപോയി ഇടും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ വൈജിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. എന്താ ഇവിടെ നടക്കണേന്നൊന്നും മനസ്സിലാവുന്നില്ല, അത്രയും ഇതിലിങ്ങനെ നിൽക്കണം. അങ്ങനെ ബാലചന്ദ്രൻ പിന്നീട് അവിടുന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് പോവുകയാണ്. ആ സമയത്ത് 1,57,000 വൈജയെ വേണ്ട, അപ്പോൾ അങ്ങനെ നിർത്തുക കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് വൈജയന്തി. ആ സമയത്ത് അലീന ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് മാഡത്തിന് എന്നോട് ഇത്രയും ദേഷ്യം? മാഡം എൻ്റെ ശമ്പളമൊക്കെ പിടിച്ചു, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല, എന്നോട് എന്തൊരു ദേഷ്യം, ഇത്രയും ദേഷ്യം കാണിക്കുന്നത് എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിന്നെ ഇഷ്ടമല്ല, അത് തന്നെ ദേഷ്യം എന്ന് പറയണം. അതെന്താ എന്നെ ഇഷ്ടമല്ല എന്ന് പറയാം? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഞാൻ എന്ത് തെറ്റാണ് മാഡത്തോട് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല, അതിനൊരു കാരണവും ഇല്ല. എന്നോട് ചോദിക്കാതെയാണ് ബാലചന്ദ്രനും മനുവും കൂടെ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നത്, എൻ്റെ ഇഷ്ടം നോക്കാതെയാണ് ഇവിടെ ജോലിക്ക് നിർത്തിയത്, അത് തന്നെ കാരണം എന്ന് പറയണം. എന്നാലും അതിനൊരു റീസൺ വേണ്ടേ? ഇതൊന്നും റീസൺ അല്ല എന്ന് തന്നെ അലീന പറയാട്ടോ. വേറെ എന്തോ ഒരു റീസൺ കൊണ്ടാണ് മാഡം എന്നെ ഇങ്ങനെ എന്നോട് ദേഷ്യപ്പെടുന്നതും എൻ്റെ നേരെ ചാടിക്കടിക്കാൻ വരുന്നതൊക്കെ. എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല, അത്ര തന്നെ എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമല്ല എന്നാൽ കേട്ടോ, ഏതോ ഒരുത്തിക്ക് എവിടെയോ പഴിച്ചുണ്ടായി നിന്നെ ഈ വീട്ടിൽ നിർത്താൻ എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഇഷ്ടമല്ല, അത് തന്നെ എന്ന് പറയട്ടോ വൈജയ. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, കഷ്ടമുണ്ട് കേട്ടോ മാഡം, ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തു? നീ തെറ്റ് ചെയ്തല്ല, നിന്നെ പ്രസവിച്ച ആ സ്ത്രീ ഉണ്ടല്ലോ, അവരല്ലേ തെറ്റ് ചെയ്തത്, അവരല്ലേ തെറ്റിലൂടെ നടന്നത്, അതുകൊണ്ടല്ലേ നീ ജനിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോശമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വൈജയന്തി കേട്ടോ. അലീനയ്ക്ക് അതൊക്കെ കൂടി കേട്ടിട്ട് ഭയങ്കര സങ്കടം വരുന്നുണ്ട് കേട്ടോ. മാഡം ഇങ്ങനെയൊന്നും പറയരുത്, ഒരു നാൾ മാഡം ഇതൊക്കെ ഓർത്ത് ദുഃഖിക്കുന്ന ഒരു ദിവസം വരും എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞതോർത്ത് ഞാൻ ദുഃഖിക്കുമെന്ന് ഒരിക്കലുമില്ല, ഞാൻ എന്താണ് പറയുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയാണ് വൈജയന്തി. മാഡം എന്താണ് പറയുന്നത് മാഡത്തിന് ഒന്നും അറിയത്തില്ല, മാഡം വെറുതെ വായിൽ വരുന്നത് ഓരോന്ന് വിളിച്ച് പറയുന്നു അത്ര മാത്രം എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമല്ല, ഞാൻ എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. നിന്നെയൊന്നും ഇങ്ങനെ വെച്ച് പൊറിപ്പിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ നീ ബാലചന്ദ്രൻ്റെ ആളായി മാറിയില്ലേ, ബാലചന്ദ്രനിൽ വിശ്വാസമൊക്കെ നേടിയെടുത്തു, ഇനിയിപ്പോൾ ഇവിടെ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുമോ എന്നൊക്കെ ചോദിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുമ്പോൾ മാഡം ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കരുത്, മാഡത്തിൻ്റെ അത്രയും തരം താഴ്ന്ന പ്രവൃത്തി ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറയാണ് അലീനട്ട. എന്ത് പറഞ്ഞടി എന്ന് ചോദിക്കണം. മാഡം ഇങ്ങനെ മോശമായിട്ട് സംസാരിച്ചാൽ ഞാൻ ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും മറുപടി തരാൻ പോകുന്നത്. അപ്പോൾ മാഡം ഉപയോഗിക്കുന്ന വാക്കുകൾ സൂക്ഷിച്ചാൽ മാഡത്തിനും അതേ രീതിയിലുള്ള മറുപടി എൻ്റെ അടുത്തുനിന്ന് കിട്ടുള്ളൂ. അതല്ല മാഡം വളരെ മോശമായിട്ട് സംസാരിക്കുന്നതെങ്കിൽ അതുപോലെയുള്ള മറുപടി എൻ്റെ അടുത്തുനിന്നും കിട്ടുള്ളൂ എന്ന് പറയണം. ആ ബാലചന്ദ്രൻ സാർ എത്ര മാന്യനാണ്, എത്ര നല്ല മനസ്സിനുടമയാണ്. അദ്ദേഹത്തിൻ്റെ
അയലത്ത് പോലും മാഡം എത്തില്ലല്ലോ എന്നൊക്കെ പറയണം. അതേടി ഞാൻ എത്തില്ല, അതുകൊണ്ടല്ലേ നീ അവിടെ കയറി പിടിച്ചേക്കുന്നത്, ഇനി നിനക്ക് എന്തു ആവാലോ, ഇനി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടും എന്നൊക്കെ പറയുമ്പോൾ മാഡത്തിന് നാണമില്ല ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും സംസാരിക്കാനും എന്നൊക്കെ പറയണം അലീന കേട്ടോ. എടി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ദേഷ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. എനിക്ക് കൂടുതൽ മാഡത്തോട് സംസാരിക്കാൻ താല്പര്യമില്ല, മാഡം മനസ്സാകെ പുഴുത്തിരിക്കുകയാണ് മാഡത്തിൻ്റെ. എന്തൊക്കെ പറഞ്ഞാലും ആ വാക്കുകൾ മാത്രമേ മാഡത്തിൻ്റെ നാവിൽ നിന്ന് പുറത്ത് വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അലീന പോവാൻ നേരത്ത് വീണ്ടും വൈജ് പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് വെക്കണ്ട, എല്ലാം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, നിൻ്റെ സൗന്ദര്യത്തിൽ മയങ്ങിയിട്ടായിരിക്കും ബാലചന്ദ്രൻ നിന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അലീന വീണ്ടും തിരിഞ്ഞ് കഷ്ടമുണ്ട് കേട്ടോ മാഡം ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഒരു കാര്യം ഓർത്താൽ നന്ന്, നമ്മൾ എത്ര പെർഫെക്റ്റ് ആണെന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കുന്നത്, നമ്മുടെ പാസ്റ്റിൽ നമ്മൾ എത്രത്തോളം പെർഫെക്റ്റ് ആയിരുന്നു, നമ്മൾ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്, നമ്മൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ച് സ്വന്തമായിട്ടൊന്ന് ഒരു അവലോകനം നടത്തി അതൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്ന് അലീന ഇങ്ങനെ വളരെ വിഷമത്തോട് കൂടിയിട്ട് പറയണം. അത് കേട്ടത് വൈജി ആകെ ഷോക്കാവുന്നുണ്ട് കേട്ടോ. അത്രയും പറഞ്ഞുകൊണ്ട് അലീന അവിടെ നിന്ന് പോവുകയാണ്. വൈജ അലീന പറഞ്ഞ കാര്യം തന്നെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്, അവൾ അന്ന് ആഗ്രഹ ചരിത്രം അറിയാമെന്ന് പറഞ്ഞു, പിന്നെയാണെങ്കിൽ ഇപ്പോഴാണെങ്കിൽ ഇങ്ങനെയും പറയുന്നു, എന്തായിരിക്കാം അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് വൈജയന്തി കേട്ടോ. അങ്ങനെ അലീന റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് സങ്കടപ്പെട്ടുകൊണ്ടാണ് റൂമിലേക്ക് ചെല്ലുന്നത്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ അവിടെ സംസാരം, എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല മുത്തശ്ശിയുടെ മോൾക്ക് ഓരോരോ പ്രശ്നങ്ങൾ, എനിക്ക് 1,57,700 രൂപ ചിലവാക്കിയതിൻ്റെ പ്രശ്നമാണ് എന്നൊക്കെ പറയണം അലീന കേട്ടോ. അല്ല, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണോ, അതൊക്കെ പോട്ടെ, നീ നേരത്തെ ഫോൺ വന്നായിരുന്നല്ലോ രേവതിക്കുട്ടിയുടെ, വന്നായിരുന്നു മുത്തശ്ശി, ആ സമയത്ത് നീ പറയുന്നത് കേട്ടല്ലോ, ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ബാലചന്ദ്രൻ സാറിന് എന്തോ സംശയമുണ്ട് എന്നൊക്കെ, എന്തിനെക്കുറിച്ച് നീ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ അലീനൊന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. അത് മുത്തശ്ശി അതില്ലേ അത് എന്നൊക്കെ പറഞ്ഞ് നിനക്ക് എന്നോട് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, എന്താണെങ്കിലും എന്തോ ഒരു സീക്രട്ട്, എന്തോ ഒരു രഹസ്യമുണ്ട് നിനക്ക് സംഭവിച്ചത് കാര്യത്തിൽ, എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി, അതെന്താണെന്ന് നിനക്ക് എന്നോട് പറയാൻ പറ്റുമെങ്കിൽ നീ പറഞ്ഞാൽ മതി എന്ന് പറയണം. അപ്പോൾ അലീന, ഞാൻ മുത്തശ്ശിയോട് പറയാം, എനിക്ക് പറയാൻ മടിയൊന്നുമില്ല, പക്ഷേ എന്ന് പറയുമ്പോൾ എന്താണ് മോളെ നിനക്ക് പറ്റിയത്, എന്താണ് ആ ഒരു സീക്രട്ട്, ശരിക്കും നിൻ്റെ വയറ്റിൽ എങ്ങനെയാണ് മുറിവായത്, നിനക്ക് എങ്ങനെയാണ് അപകടം പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് മുത്തശ്ശി. ആ സമയത്ത് അലീന മുത്തശ്ശിയുടെ അടുത്തിരുന്നിട്ട് എല്ലാ കാര്യങ്ങളും പറയണം. അന്ന് മുത്തശ്ശി ഒന്ന് മയങ്ങാൻ കിടന്നില്ലേ, അന്ന് ഇങ്ങനെ ഞാൻ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുകയെന്ന് രേവതിക്കുട്ടിയോട്. ആ സമയത്താണ് രോഹിത്ത് വന്നത്. രോഹിത്ത് വന്നോന്നോ, രോഹിത്ത് ഇവിടെ വന്നോ എന്ന് ചോദിക്കണം. ആ രോഹിത്ത് വന്നു മുത്തശ്ശി, രോഹിത്ത് വന്നിട്ട് എന്നോട് റൂമിലേക്ക് ചെന്ന് ഡ്രസ്സൊക്കെ എടുത്ത് വാഷ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു, അന്ന് കോളേജ് എന്തോ കട്ടാക്കി വന്നതായിരുന്നു തോന്നുന്നു എന്ന് പറയാട്ടോ. എന്നിട്ട് എന്താ സംഭവിച്ചത്, ഞാൻ ചെന്ന് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനായിട്ട് എടുത്തുകൊണ്ട് വന്നു, ആ കല്ലിലിട്ട് അലക്കാനാണ് എന്നോട് പറഞ്ഞത്, ഞാൻ അങ്ങനെ ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞു ഒരു ഗ്ലാസ് ലൈം ജ്യൂസ് വേണമെന്ന് പറഞ്ഞു, അങ്ങനെ ലൈം ജ്യൂസ് ഞാൻ കൊണ്ടുപോയി കൊടുത്തു. ആ സമയത്താണ് രേവതിക്കുട്ടി വിളിച്ചത്. രേവതിക്കുട്ടിയോട് സംസാരിച്ചിരിക്കെ ഞാനിങ്ങനെ റൂമിലേക്ക് പോവുകയാണെന്ന് അവളോട് പറഞ്ഞപ്പോൾ, ചേച്ചി ശ്രദ്ധിക്കണം കേട്ടോ, ഒരു തവണ ഇങ്ങനെ ഒരു പറ്റിയതല്ലേ എന്നൊക്കെ അവൾ എന്നോട് പറയുകയും ചെയ്തു. ഞാൻ കുഴപ്പമൊന്നുമില്ല, എന്നോട് നല്ല രീതിയിലാണ് സംസാരിച്ചത് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ എടുക്കുന്ന സമയത്ത്. അപ്പം ഞാൻ അവനോട് നല്ല രീതിയിൽ സംസാരിക്കുകയും ചെയ്തു, വലിയ ദേഷ്യപ്പെടുകയൊന്നും ചെയ്തില്ല. അങ്ങനെ ആ ജ്യൂസ് കൊണ്ടുപോയി കൊടുത്ത് തിരിച്ചു പോരുമ്പോൾ തന്നെ ജ്യൂസ് തറയിൽ തുപ്പിയിട്ട് വീണ്ടും എന്നെ വിളിച്ചു. എന്നിട്ട് ആ ജ്യൂസിന് എന്തോ ചീഞ്ഞ ചൊവയുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അത് എന്നോട് കുടിച്ചു നോക്കാനൊക്കെ നിർബന്ധിച്ചു. ഞാനാണെങ്കിൽ അത് കുടിച്ചു നോക്കി മുത്തശ്ശി, എനിക്കത്ര പ്രോബ്ലം ഒന്നും തോന്നിയില്ല, പക്ഷെ അവരതിൽ മയക്കുമരുന്ന് കലർത്തിയിട്ടുണ്ടായിരുന്നു മുത്തശ്ശി. അവരും ആരൊക്കെ, രോഹിത്തും ഹരിയും കൂടെ. ഹരി ഉണ്ടായിരുന്നു അവിടെ? ഉണ്ടായിരുന്നു മുത്തശ്ശി. എപ്പോഴാണ് ഹരിയെ റൂമിലേക്ക് വിളിച്ച് കയറ്റിയത് എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അലക്കാൻ പോയ സമയത്തെങ്ങാനും ഹരിയെ റൂമിലേക്ക് വിളിച്ച് കയറ്റിയതായിരിക്കും. ഹരി ഉണ്ടായിരുന്നു അവിടെ. അവർ രണ്ടുപേരും കൂടെ എന്നെ ഉപദ്രവിക്കാൻ നോക്കി. ആ ജ്യൂസ് ഞാൻ കുറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് കാരണം എനിക്ക് മയക്കം വന്നു തുടങ്ങി. അപ്പോൾ ഹരി പറയുന്നുണ്ടായിരുന്നു ആ ജ്യൂസ് കുടിച്ചത് കൊണ്ട് ശരീരം തളർന്നു പോകും, പക്ഷേ ബോധം ഉണ്ടായിരിക്കും, എന്ത് സംഭവിച്ചാലും മനസ്സിലാക്കാനും പറ്റും. അവർ രണ്ടുപേരും കൂടെ എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് രക്ഷപ്പെടാൻ ഒരുപാട് ഞാൻ നോക്കി, ഞാൻ ഒരുപാട് അവരോട് സംസാരിച്ച് നോക്കി, പക്ഷേ അവരതൊന്നും കേട്ടില്ല. അവസാനം എന്നെ തന്നെ രക്ഷിക്കാൻ, എൻ്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ വയറ്റിലേക്ക് തന്നെ ആ കത്രിക കുത്തി ഇറക്കേണ്ടി വന്നു മുത്തശ്ശി എന്ന് പറയാണ്. അത് കേട്ടിട്ട് മുത്തശ്ശി ആകെ ഷോക്കായി പോവാട്ടോ. മുത്തശ്ശിക്ക് സങ്കടം വന്നിട്ട് കരച്ചിലും, എന്നാലും എൻ്റെ മോളെ നീ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു മുത്തശ്ശി എന്നൊക്കെ പറയണം.
എൻ്റെ മോളെ ആ ദുഷ്ടന്മാർ എൻ്റെ കൊച്ചിനോട് അങ്ങനെയൊക്കെ പെരുമാറിയല്ലോ, എന്നിട്ട് അവർ ഇവിടെ ഇട്ടേച്ച് പോയല്ലോ, ഒന്ന് രക്ഷപ്പെടുത്താൻ പോലും അവർക്ക് തോന്നിയില്ലല്ലോ എന്ന് പറയുമ്പോൾ അവർ പിന്നെ അതിൻ്റെ പുറകെ തൂങ്ങേണ്ടി വരത്തില്ലേ മുത്തശ്ശി, അതുകൊണ്ടായിരിക്കും അവർ എന്നെ ഇവിടെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത് എന്ന് പറയണം. ആ ശർമ്മ സാറും ആ പട്ടിയും വന്നില്ലായിരുന്നെങ്കിൽ, റിങ്കും വന്നില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടെ അവസ്ഥ എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശി. അവർ വന്നതുകൊണ്ടാണ് മുത്തശ്ശി ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്, അല്ല എങ്കിൽ ഇന്ന് ഞാൻ ജീവിച്ചിരിക്കത്തില്ലായിരുന്നു എന്ന് പറയണം. അങ്ങനെ മുത്തശ്ശിക്കാണെങ്കിൽ എല്ലാം കൂടി കേട്ടിട്ട് സങ്കടം സഹിക്കാൻ വയ്യ. എന്നിട്ട് എന്താ മോളെ നീ ഇത് ആരോടും പറയാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ പോലീസിനോട് എന്തിനാ പിന്നെ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. പോലീസിനോട് അങ്ങനെ ഞാൻ സത്യം പറഞ്ഞിരുന്നു എങ്കിൽ ഹരിയുടെയും അതുപോലെ രോഹിത്തിൻ്റെയും ജീവിതം എന്താകുമായിരുന്നു മുത്തശ്ശി? രണ്ടുപേരും ഇന്ന് ലോക്കപ്പിലായിരിക്കത്തില്ലേ ഉണ്ടായിരിക്കുക, അവരുടെ ജീവിതം പോവില്ലേ മുത്തശ്ശി? പിന്നെ അത് മാത്രമല്ല, അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അതൊക്കെ നീ നോക്കേണ്ട കാര്യം എന്താ മോളെ? നിന്നെ ഉപദ്രവിച്ചത് അവരാണെന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതല്ല മുത്തശ്ശി, ഞാൻ അവരെ രക്ഷിക്കാനല്ല നോക്കിയത്. ശരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലചന്ദ്രൻ സാറിനെയും മാഡത്തെയും അതുപോലെ മനുവേട്ടനെയും ഒക്കെ രക്ഷിക്കാനാണ് ഞാൻ നോക്കിയത്. അവർക്കുണ്ടാകുന്ന അപമാനം എത്രയായിരിക്കും, എത്ര വലുതായിരിക്കും? ബാലചന്ദ്രൻ സാറിന് ഷോപ്പിലേക്ക് പോകാൻ പറ്റുമോ? മാഡത്തിന് ബാങ്കിൽ പോയി ജോലി ചെയ്യാൻ പറ്റുമോ? മനുവേട്ടനാണെങ്കിൽ ഈ നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റുമോ? എല്ലാവരും ഈ നാട്ടിൽ ആർക്കും നാട്ടിലിറങ്ങി നടക്കാനോ, ബബിതയ്ക്കും കൃഷ്ണമോൾക്കും ആണെങ്കിൽ സ്കൂളിലും കോളേജിലും ഒന്നും പോകാൻ പറ്റത്തില്ല. ആകെ നാണക്കേടായിരിക്കത്തില്ലേ? പിന്നെ ആളുകൾ അവരെ എങ്ങനെയായിരിക്കും കാണുക? ഇതൊക്കെ പറയണം. ഇതൊക്കെ ഓർത്താണ് ഞാൻ സത്യം മറച്ചു വെച്ചത് എന്ന് പറയണം. നിനക്ക് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മനുവേട്ടനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്, മനുവേട്ടൻ എല്ലാം അറിയാം, മനുവേട്ടൻ ഹരിക്കിട്ട് നല്ലതുപോലെ പെരുമാറുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയണം. ഇപ്പോൾ എന്നാൽ നിനക്ക് ബാലനോടോ വൈജിയോടോ പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ ബാലചന്ദ്രൻ സാറിന് എന്തോ സംശയമുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇന്നും അതിനെ കുറിച്ച് സംസാരം ഉണ്ടായി. എനിക്ക് ക്യാഷ് തന്നതിനെക്കുറിച്ചൊക്കെ മാഡം പറഞ്ഞപ്പോൾ അതൊരു കടമാണ്, ആ കടം തീർക്കാൻ എത്ര കോമ്പൻസേഷൻ കൊടുത്താലും മതിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ബാലചന്ദ്രൻ സാറിന് എല്ലാം അറിഞ്ഞിട്ടുണ്ടാകും എന്നൊരു പക്ഷേ മനുച്ചേട്ടൻ പറഞ്ഞു. മനുവേട്ടൻ പറയില്ല എന്നാണ് എന്നോട് പറഞ്ഞത്, പക്ഷേ സാറ് എങ്ങനെയോ സത്യം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയണം. എന്നാലും മോളെ നീ എന്തൊക്കെ അനുഭവിച്ചു എന്നൊക്കെ പറയണം മുത്തശ്ശി കേട്ടോ. സാരമില്ല മുത്തശ്ശി, എല്ലാം കലങ്ങി തെളിഞ്ഞില്ലേ, പക്ഷേ രോഹിത്ത് ഇപ്പോഴും നന്നായിട്ടില്ല മുത്തശ്ശി. അവനൊരു മാറ്റം വരുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ അവൻ മാറിയിട്ടില്ല. അവൻ ഇപ്പോഴും അതേ സ്വഭാവത്തിൽ തന്നെയാണ്. ഹരിയുടെ കൂട്ടുകെട്ടിൽ തന്നെ അവൻ പോയി കഴിഞ്ഞാൽ അവൻ ഇനി വേറെ വലിയ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് അവൻ ചെന്ന് ചാടുമെന്ന് ഉറപ്പാണ്. എങ്ങനെ അതിൽ നിന്ന് മാറ്റിയെടുക്കുമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയണം അലീന. നീ എന്തിനാണ് അവനെ മാറ്റിയെടുക്കാനൊക്കെ, നീ എന്തിനാണ് അവരെ പറ്റി ഇങ്ങനെ വറീഡാവുന്നതെന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ അനുജനല്ലേ മുത്തശ്ശി എന്ന് പറയണേ. നിൻ്റെ അനുജനോ? അതേ മുത്തശ്ശി, ഞാൻ എൻ്റെ അനുജനായിട്ടാണ് കാണുന്നത്, അതുകൊണ്ടല്ലേ ഞാൻ അവനെ സേവ് ആക്കിയത് എന്നൊക്കെ പറയാണ് അലീന. അങ്ങനെ മുത്തശ്ശി അങ്ങനെ എല്ലാ സത്യങ്ങളും അറിഞ്ഞു കേട്ടോ. അലീന എല്ലാ സത്യങ്ങളും മുത്തശ്ശിയോട് പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് കാണിക്കുന്നത് അലീന കിച്ചണിൽ ജോലി ചെയ്യുന്ന സമയത്ത് വൈജ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയ്ക്കാണെങ്കിൽ ഭയങ്കര സംശയം, അലീന പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ടിട്ട് ഭയങ്കര സംശയം കേട്ടോ, ഇവളെന്താ ഈ പറയണേന്നുള്ള. അങ്ങനെ വൈജ അങ്ങോട്ടേക്ക് വരുമ്പോൾ വന്നിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന അങ്ങോട്ടേക്ക് വരിക കേട്ടോ. വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. നീ എന്താ നേരത്തെ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുക. എങ്ങനെ പറഞ്ഞത് മാഡം, എന്താ ഉദ്ദേശം ചോദിക്കുമ്പോൾ, അല്ല സ്വന്തം കാര്യത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് ചിന്തിക്കണം. ഞാൻ ഒരു ഉദാഹരണത്തിന് പറഞ്ഞതാണ്, നമ്മളൊക്കെ എങ്ങനെയാണ് ജീവിച്ചത് എന്നൊന്നും അറിയത്തില്ലല്ലോ, അങ്ങനെ പറഞ്ഞതാണ്. അല്ല നീ എന്താ അങ്ങനെ ഏത് സമയം നീ ഇങ്ങനെ ഓരോന്ന് മുന വെച്ചുകൊണ്ട് സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ അലീനയോട് ചോദിക്കുന്നുണ്ട്, ശരിക്കും നിനക്ക് എങ്ങനെയാണ് മുറിവ് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും കത്രിക നിൻ്റെ വയറ്റിൽ കൊണ്ടു തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ, കത്രിക തന്നെ എൻ്റെ വയറ്റിൽ കൊണ്ടുവന്നൊന്നുമല്ല, ഞാൻ എൻ്റെ വയറ്റിൽ ആഞ്ഞു കുത്തിയതാണ് എന്ന് പറയാണ് അലീന. നിൻ്റെ വയറ്റിൽ നീ തന്നെ ആഞ്ഞു കുത്തിയതാണെന്നോ? ആ അതെ, ഞാൻ തന്നെ എൻ്റെ വയറ്റിൽ ആഞ്ഞു കുത്തിയതാണ്. നിനക്കെന്താ ഭ്രാന്താണോ, നിനക്ക് വട്ടാണോ ഇങ്ങനെ ചെയ്യാനെന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്കല്ല വട്ട്, മാഡത്തിൻ്റെ മകനാണ് വട്ട് എന്ന് പറയണേ. രോഹിത്തില്ലേ, അവനാണ് വട്ട് എന്ന് പറയണ അലീന കേട്ടോ. അപ്പോൾ അത് കേട്ടിട്ട് ഷോക്കായിട്ട് വൈജയന്തി ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. രോഹിത്ത് എന്ത് ചെയ്തു? മാഡം രോഹിത്തിനോട് തന്നെ ചോദിച്ചു നോക്ക് എന്താണ് ഉണ്ടായതെന്ന്, നീ എന്താ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അലീന മിക്കവാറും വൈജിയോട് സത്യം തുറന്ന് പറയാനുള്ളൊരു സാധ്യതയുണ്ട്. എനിക്ക് ഒരു വട്ടം ഉണ്ടായിട്ട് ഞാൻ എൻ്റെ വയറ്റിൽ കുത്തി കയറ്റിയതല്ല, എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ച സമയത്ത് എനിക്ക് എൻ്റെ മാനം രക്ഷിക്കാനായിട്ട്, ഞാൻ എൻ്റെ അമ്മയുടെ പാരമ്പര്യമല്ല പിന്തുടരുന്നത്, ഞാൻ എൻ്റെ മാനം രക്ഷിക്കാനായിട്ട് ഞാൻ എൻ്റെ വയറ്റിലേക്ക് തന്നെ കത്രിക കുത്തി കയറ്റിയതാണ് എന്ന് പറയാട്ടോ. അത് കേട്ടതും ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. മിക്കവാറും ഇത് കാണിച്ചുകൊണ്ടായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്താണെങ്കിലും ഈ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുക കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.
പിന്നെ ഏകദേശം പ്രൊമോ കണ്ടിട്ട് പറഞ്ഞൊരു സ്റ്റോറിയാണ്. എപ്പിസോഡ് വന്നിട്ടില്ല. എപ്പിസോഡ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ എൻ്റെ സ്റ്റോറി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.